ഭൂമിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളവരെയെല്ലാം ഭൂമി കനിഞ്ഞനുഗ്രഹിക്കും എന്ന ഉറപ്പ് പൊതുവെ കർഷകർക്കുണ്ട്. എന്നാൽ പാമ്പാടുംപാറ വലിയ തോവാളയിൽ വണ്ടർ കുന്നേൽ സാബു വർഗീസിന്റെ വിജയം ഒരത്ഭുതമാണ്. ആകസ്മികമായി കണ്ടെത്തിയ ഒരേല ചെടിയാണ് ഇദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. ആ ഏലച്ചെടിക്ക് വണ്ടർ കാർഡമം എന്ന പേര് നൽകുകയായിരുന്നു. ഇതിലെ ഏലക്ക ദീർഘവൃത്താകൃതിയിലായിരുന്നു. ഈ വണ്ടർ കാർഡമവും PV2 ഇനം ഏലവുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഏലം കാ പാകിയും ചിമ്പ് പറിച്ചു നട്ടുമാണ് കൃഷി ചെയ്യുന്നത്. ആദ്യം തൂമ്പ ഉപയോഗിച്ച് മണ്ണിളക്കുന്നു. കുഴി കുത്താറില്ല. ഇളക്കിയ മണ്ണിൽ ചിമ്പ് ഒരെണ്ണം നടുന്നു. നടുന്ന സമയത്ത് വളപ്രയോഗങ്ങൾ ഒന്നും നടത്താറില്ല. മുപ്പത് ദിവസം കഴിഞ്ഞ് ആദ്യത്തെ വളം ഇട്ടുകൊടുക്കും. കടലപ്പിണ്ണാക്ക്, ചാണകം, സ്ലറി തുടങ്ങിയവ കലക്കി ഒഴിക്കുകയാണ് പതിവ്. 1 കിലോ ചാണകം, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1/2 കിലോ യൂറിയ ഇവ 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ലിറ്ററിൽ കുറയാതെ ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കും. തണലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായി ഏലം നടുന്നത്. വളർന്ന് വലുതാകുന്നതനുസരിച്ച് ഒരു ചിമ്പിലുള്ള ഇലയുടെ എണ്ണവും കൂടും. ഇതനുസരിച്ച് ശരത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൊത്തുകളുടെ എണ്ണവും കൂടുന്നതായാണ് കർഷകരുടെ അനുഭവം. ഏലത്തിന്റെ കറുത്ത അരി പാകി കിളിപ്പിച്ചും ഉണങ്ങുന്നതിന് മുമ്പ് നടുന്ന രീതിയുമുണ്ട്. 8 അടി നീളവും വീതിയും കണക്കാക്കിയാണ് ചെടികൾ നടുന്നത്. ഒരേക്കറിൽ മിനിമം 400 ചെടികൾ നടാൻ സാധിക്കും. 18 മാസം കൊണ്ട് ഏതാണ്ട് നല്ല വളർച്ചയാകും. ഇത് 1 വർഷമായ ചെടിയാണ്. പൂ വന്നു തുടങ്ങുന്ന പ്രായമായി വരുന്നു. ഒരു ചുവട്ടിൽ 10ഉം 15ഉം ചിലപ്പോൾ 20ഉം ചിമ്പുണ്ടാകും. പതിനെട്ട് മാസം കഴിയുമ്പോൾ ശരം വന്നു തുടങ്ങും. ഒരു ചിമ്പിൽ നിന്ന് മിനിമം 3 ശരമുണ്ടാകും. 20 ചിമ്പുള്ള ഒരു ചുവട്ടിൽ 60ൽ കൂടുതൽ ശരം മുളച്ചു വരും. ഒരു ശരത്തിൽ 25 മുതൽ 35 വരെ കൊത്തുകളുണ്ടാകും. ഓരോ കൊത്തുകളിലും 25 മുതൽ 30 വരെ ഏലക്ക പിടിക്കും. അങ്ങനെ ഒരു ചെടിയിൽ കുറഞ്ഞത് 2000 കായെങ്കിലും ഉണ്ടാകും. ഒരു പൂ കായായി വളർന്നു വരാൻ 110 ദിവസമെടുക്കും. ഒരിക്കൽ കാ അടർത്തിയാൽ 1 മാസം കഴിഞ്ഞ് വീണ്ടും അടർത്താൻ സാധിക്കും. കാലാവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാ മാസവും കാ പറിക്കാൻ സാധിക്കും. ഒരു ഏലക്കകത്ത് 28 അരികൾ വരെ ഉണ്ടാകും. 1 കിലോ നല്ല കായ്ക്ക് 1000 രൂപ വരെ വില കിട്ടും. രണ്ടാം തരം കായ്ക്ക് 750-800 രൂപയും ലഭിക്കും. 4000 മുതൽ 5000 വരെ പല വലിപ്പത്തിലുള്ളവയ്ക്ക് 1 കിലോ തൂക്കം ഉണ്ടാകും. 3.8 കിലോഗ്രാം പച്ച വണ്ടർ കാർഡമം ഉണക്കിയാൽ 1 കിലോഗ്രാം ഏലക്ക കിട്ടും. എന്നാൽ
മറ്റ് ഏലക്ക 5 കിലോ ഉണക്കിയാലേ 1 കിലോഗ്രാം കിട്ടുകയുള്ളൂ. പൂർണ്ണമായി വിളവെടുപ്പ് കഴിഞ്ഞാൽ ശരം ചെത്തിക്കളയും. ചിമ്പ് പഴുത്തുപോയാൽ അത് വെട്ടിക്കളയുകയും ചെയ്യും. പിന്നീട് വീണ്ടും ചുവട് അടുപ്പിച്ച് തിരഞ്ഞുകൂട്ടും. പുതുമഴ തുടങ്ങുമ്പോൾ ഈ ചുവട്ടിൽ നിന്ന് വീണ്ടും ശരം പൊട്ടി തുടങ്ങും. കാലാവസ്ഥ അനുസരിച്ച് ഇതിനും വ്യത്യാസമുണ്ടാകും. ഈ രീതിയിൽ ഇതേ ചുവട് 8 മുതൽ 10 വർഷം വരെ നിലനിൽക്കുകയും ഇതിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ സാധിക്കുകയും ചെയ്യും. ഏലച്ചെടി നടുന്നത് 2 രീതിയിലാണ്. ഒന്നാമത് ഏലച്ചെടി നടുന്നത് അരി പാകി നടാം. അരി പാകി നടാമെന്ന് പറഞ്ഞാൽ അരിയെടുത്ത് ഇത് പാകി തട്ടുകളിലാക്കിയിട്ട് അതെടുത്ത് നമ്മൾ കിളിപ്പിച്ചെടുത്ത് ഒരു 110 ദിവസത്തിന് ശേഷം ഇത് കിളുത്ത് വരും. കിളുത്ത് വന്ന് ഇത് എടുത്ത് നമ്മൾ പാകി കൂടത്തൈക്കകത്താക്കിയിട്ട് കൂടത്തൈ എടുത്ത് ചെടിത്തോട്ടത്തിൽ നടുക. കുഴിയെടുക്കാതെ ഒരു താങ്ങുനാല വെറുതെ ഒരു കുഴിയെടുത്ത് ചിലവ് കുറയ്ക്കുന്ന രീതിയിൽ ഒരു ചിമ്പ് എടുത്ത് അവിടെ നട്ടിട്ട് താങ്ങുകാലോടുകൂടി കെട്ടി അത് അങ്ങനെ നടാം. ഇങ്ങനെ നടുന്ന ചെടികൾ ഒരു ചെടിയിൽ വർഷം കൊണ്ട് ശരാശരി 25 മുതൽ 50 ചിമ്പ് വരെ ഉണ്ടാകാറുണ്ട്. വളപ്രയോഗം പല രീതിയിലുണ്ട് ചെടികൾക്ക്. അത് പല രീതിയിൽ എന്ന് പറഞ്ഞാൽ വേപ്പുമിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകോട് കൂടി കലക്കി 100 ലിറ്റർ വെള്ളത്തിലാക്കി 1 കിലോ 100 ലിറ്ററിലാക്കിയിട്ട് ഓരോ ലിറ്റർ മാസം തോറും കലക്കി ഒഴിക്കുകയാണെങ്കിൽ ചിമ്പുകളുടെ അടിക്ക കൂടും. പല രീതിയിൽ ഏലം നമ്മൾ കൊടുക്കാറുണ്ട്. കൈവലയായിട്ട് നാട്ടുകാരെടുക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പൈസസ് പുറ്റടിയിലുള്ള സ്പൈസസ് മാർക്കിലാണ് അവിടെ കൊണ്ട് ലേലം പതിപ്പിച്ച് എടുക്കുന്ന രീതികളുണ്ട്. റബ്ബർ തോട്ടത്തിൽ ഇടവിളയായി ഏലം കൃഷി ചെയ്ത കേരളത്തിലെ ആദ്യ കർഷകരിൽ ഒരാളാണ് സാബു വർഗീസ്. സാധാരണ ഏലച്ചെടികൾക്ക് റബ്ബർ തോട്ടത്തിൽ വളരാനാവില്ല. ആ സമയത്താണ് എല്ലാ മുൻവിധികളെയും കാറ്റിൽ പറത്തി വണ്ടർ കാർഡമം റബ്ബറിന് ഇടവിളയായി കൃഷി ചെയ്തത്. അത് ഒരു വൻ വിജയമായതോടെ മറ്റ് പല കർഷകരും ഈ രീതി സ്വീകരിച്ചു തുടങ്ങി. ഇത് ഗോട്ടിമാല ഏലമാണ്. ഇതിന് ചിമ്പിന്റെ കളർ ചുവപ്പായിരിക്കും. ഗുണനിലവാരം കുറച്ച് കുറവായിരിക്കും. ഇത് മറ്റൊരു ഇനം ഏലം, തിരുതാളി. ഇതിന്റെ ശരം നീളം കൂടിയതാണ്. നാഷണൽ അവാർഡ് കിട്ടിയ ഏലച്ചെടിയാണ്. ഇത് ജീവാമൃതം. 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 1 കിലോ പയർപ്പൊടി, 1 കിലോ ശർക്കര, 1 പിടി കന്നിമണ്ണ് എന്നിവ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കുക. വലത്തോട്ടു മാത്രം ഇളക്കുക. ഒരു ദിവസം 2 പ്രാവശ്യം ഇളക്കണം. 48 മണിക്കൂർ കഴിഞ്ഞ് 2000 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് തളിച്ചു കൊടുക്കും. ഇവിടെ ഇതിനായി ഒരു ടാങ്കും മോട്ടോറും ഘടിപ്പിച്ചിരിക്കുന്നു. 6 ഏക്കറിലും എത്തിക്കാൻ വേണ്ടിയാണിത്. ഏലത്തിന് ഇടവിളയായി കുരുമുളകും കൃഷി ചെയ്തിരിക്കുന്നു. കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ തുടങ്ങിയ നല്ല ഇനം കുരുമുളകാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കുരുമുളകിനും ഇതേ ജൈവവളം തന്നെയാണ് ചെയ്യുന്നത്. മുരിക്കിലും റബ്ബറിലുമൊക്കെ ഇദ്ദേഹം കുരുമുളക് ചെടി പടർത്തിയിരിക്കുന്നു. റബ്ബർ വെട്ടുന്നതിന് മുകളിലേക്കാണ് പടർത്തുന്നത്. റബ്ബർ വെട്ടുകയും അതേസമയം കുരുമുളക് പടരുകയും ചെയ്യും. ഒരു വിളവെടുപ്പിന് ചുരുങ്ങിയത് 500 കിലോ കുരുമുളകിൽ കൂടുതൽ ലഭിക്കാറുണ്ട്. പ്രധാനമായും ഏലം മേഖലയായ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ
കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും ഏലം, കുരുമുളക്, ഏലം കൂടാതെ തന്നെ വാഴ, പച്ചക്കറി മുതലായവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. കൂടുതലായും വിജ്ഞാന വ്യാപന മേഖലയിലും കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. അതിനോടനുബന്ധിച്ച് ആത്മാ പദ്ധതിയുടെ സഹായങ്ങൾ വളരെയധികം നൽകുന്നുണ്ട്. സാബു വണ്ടർകുന്നൽ എന്ന കർഷകൻ വളരെ വിജയകരമായ രീതിയിൽ ഏലത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിശീലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് സമ്മിശ്ര കൃഷി രീതിയും ഏലത്തിൽ പ്രാവർത്തികമാക്കി വരുന്നു. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും ആത്മാ പദ്ധതിയോടനുബന്ധിച്ച് ഫാം സ്കൂള്, മാതൃകാ കൃഷിത്തോട്ടം തുടങ്ങിയ പദ്ധതികളിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായി ഇദ്ദേഹത്തെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസർ എന്ന നിലയിൽ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ പാമ്പാടുംപാറ കൃഷിഭവനിൽ നിന്നും ഏറ്റവും മികച്ച കർഷകനായി സാബുവിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ ബ്ലോക്ക് തലത്തിൽ ഏറ്റവും നല്ല സമ്മിശ്ര കർഷകൻ എന്നുള്ള അതിൻ്റെ ആത്മാ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഏലത്തിന്റെയും കുരുമുളകിന്റെയും കൂടെ ജാതിയും ഗ്രാമ്പുവും കൃഷി ചെയ്തിരിക്കുന്നു. ജാതി നാടൻ തൈയും ബഡ് ചെയ്ത തൈയും നഴ്സറികളിൽ നിന്ന് വാങ്ങി നടും. പ്രത്യേകിച്ച് വളമൊന്നുമില്ല. ഏലത്തിന് ഇട്ടുകൊടുക്കുന്ന ജൈവവളം സ്ലറി, മണ്ണിര കമ്പോസ്റ്റ്, ചാണകം ഇവ മാത്രമാണ് ജാതിക്കും ഇട്ടുകൊടുക്കാറുള്ളത്. നാടൻ തൈ 5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ബഡ് ചെയ്ത തൈകൾ 3 വർഷം കഴിയുമ്പോൾ കായ്ച്ചു തുടങ്ങും. സാധാരണയായി 2 മരങ്ങൾ തമ്മിൽ 30 അടി അകലം ഉണ്ടായിരിക്കണം. ശിഖരം വലുതാകുന്നതനുസരിച്ച് ചുവട്ടിൽ തടം വലുതാക്കി കൊടുക്കണം. എല്ലാ സമയത്തും കായുണ്ടാകുമെങ്കിലും മെയ്, ജൂൺ മാസമാണ് പ്രധാന വിളവെടുപ്പ്. ഒരു മരത്തിൽ നിന്ന് 10,000 മുതൽ 15,000 രൂപ വരെ ലഭിക്കാനുള്ള കായ്കൾ കിട്ടാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗ്രാമ്പുവും കൃഷി ചെയ്തിരിക്കുന്നത്. ഇടവിളയായി 30-ൽ പരം നല്ല ചെടികൾ ഇവിടെയുണ്ട്. ജൈവവളം മാത്രമാണ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാറുള്ളത്. തൈ നട്ട് 5 വർഷം കഴിയുമ്പോൾ പൂത്തു തുടങ്ങും. കുലയായിട്ടാണ് പൂക്കുന്നത്. പൂ വിരിയുന്നതിന് മുൻപ് മൊട്ടിന് മഞ്ഞ നിറം വന്നു തുടങ്ങുമ്പോൾ പറിച്ചെടുക്കാം. സാധാരണയായി പൂ വന്നു തുടങ്ങിയാൽ 4 മുതൽ 6 മാസം വരെ ഇത് വളരാനെടുക്കും. വിരിയുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് വെയിലത്ത് ഇട്ടുണക്കും. ഒരു നെറ്റിട്ട് ഉണക്കുകയാണെങ്കിൽ ചെറിയ സ്വർണ്ണ നിറം ഉണ്ടാകും. ഇതിന് വില കൂടുതൽ കിട്ടും. ഒരു മരത്തിൽ നിന്ന് സാധാരണയായി ഗ്രാമ്പു 3 കിലോ വരെ കിട്ടാറുണ്ട്. കിലോയ്ക്ക് 1000 രൂപയിൽ കൂടുതൽ ലഭിക്കും. ഇവിടെ 30-ൽ പരം നല്ല ചെടികളുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വിളവെടുപ്പ് നടക്കുകയുള്ളൂ. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമമാണ്. ഏലവും കുരുമുളകുമാണ് പ്രധാനമായ കാർഷിക വിളകൾ. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഡോം പ്ലാന്റേഷൻ ഈ പഞ്ചായത്തിലായിരുന്നു, പാമ്പാടുംപാറ എസ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ കുരുമുളക് കൃഷിയും ബഹുഭൂരിപക്ഷം കൃഷിക്കാരും ചെയ്യുന്ന കൃഷിയാണ്. അതേസമയം നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ, സാധാരണക്കാരായ കൃഷിക്കാർ ആധുനിക കൃഷി സമ്പ്രദായങ്ങളിലും ഒപ്പം നാട്ടിലെ നാട്ടറിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിരവധിയായ കാർഷിക മേഖലകളിൽ പുത്തൻ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ്. JLG ഗ്രൂപ്പുകളായിട്ടും അതുപോലെ മറ്റ് പല പഞ്ചായത്തുകളൊക്കെ സഹായിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു കൃഷിക്കാരുടെ കൂട്ടായ്മയുടെ ഫലമായി പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിൽ ദേശീയ അവാർഡും ഇൻ്റർനാഷണൽ അവാർഡും ഒക്കെ നേടിയ വണ്ടർകുന്നേൽ സാബു ഉൾപ്പെടെയുള്ളവർ കാർഷിക മേഖലയ്ക്കും കൃഷിക്കാർക്കുമൊക്കെ അനുകരണീയനായ ഒരു കൃഷിക്കാരനാണ്. എല്ലാത്തിലും കാർഷിക സമ്പുഷ്ടമായ ഈ പഞ്ചായത്ത് ഏലത്തിനാണെങ്കിലും കുരുമുളകിനാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിളകളെ സഹായിക്കാൻ നിരവധിയായ പ്രോത്സാഹനങ്ങൾ, ജലസേചന മാർഗങ്ങൾ ഉൾപ്പെടെ അവർക്ക് വിത്തും വളവും നൽകുന്ന ഇതുൾപ്പെടെയുള്ള നിരവധിയായ മാർഗങ്ങൾ സ്വീകരിച്ച് കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഏലവും ജാതിയും ഗ്രാമ്പുവും ഇവിടെ ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ചെറുനാരങ്ങ, കറിനാരങ്ങ തുടങ്ങിയവയും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുന്നു. പച്ചക്കറികൾ, വാഴ, വിവിധതരം കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. വർഷം തോറും മികച്ച ആദായം നഴ്സറിയും നേടിക്കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഏലക്കായും ചെടിയും നേരിൽ കണ്ടാണ് തൈകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. സ്വന്തമായി സാബു വർഗീസിന് ഏലം ഉണക്കിയെടുക്കുന്നതിനായി ഒരു ഡ്രയറുമുണ്ട്. ആദ്യം ശേഖരിക്കുന്ന ഏലക്ക ഡ്രയറിൽ നിരത്തിയിടും. കട്ടി കൂടിയാലും ഉണങ്ങിക്കിട്ടും. അടുത്തുള്ള കർഷകർ കുറച്ചു കൊണ്ടുവന്നാലും ഒരു നെറ്റ് ബാഗിലാക്കി ഈ നിരത്തിയ ഏലത്തിന്റെ കൂടെ ഇട്ട് ഉണക്കിയെടുക്കും. ഡ്രയറിൽ ചൂടിനായി വിറക് കത്തിക്കുന്നു. 45 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂട് അകത്തേക്ക് കടത്തിവിടും. കായ വാടുന്നതനുസരിച്ച് ചൂട് കൂട്ടിക്കൊടുക്കും. 60 ഡിഗ്രി വരെ ആകുമ്പോൾ ഉണങ്ങിയിരിക്കും. ഉണങ്ങിയ കായുടെ പൂവും ഞെട്ടും എല്ലാം കായിൽ തന്നെ ഉണങ്ങിയിരിക്കും. ഈ തേപ്പ് യന്ത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കായ പുറത്തു വരുമ്പോൾ ഞെട്ടും പൂവും എല്ലാം പോയി നല്ല ഭംഗിയുള്ള ഏലക്ക പുറത്തു വരും. പച്ചനിറം നഷ്ടപ്പെടാതെ ഉണക്കിയെടുക്കുന്ന ഏലക്ക പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനദായകമായ ഒരു വിള എന്ന നിലയിലാണ് ഇപ്പോൾ ഏലം ഉള്ളത്. അപ്പോൾ ആ ഏലത്തിൻ്റെ കാര്യം ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കർഷകരുടെ തന്നെ മുൻകൈയിൽ നിരവധിയായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് സാബു വണ്ടർകുന്നേൽ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിന് ഒട്ടേറെ അംഗീകാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഏലത്തിൻ്റെ ഉൽപാദനക്ഷമത ഉയർത്തുന്നതിൽ ഇത്തരം സാബു വണ്ടർകുന്നേൽ പോലുള്ളവരുടെ സംഭാവന വളരെ വലുതാണ്. ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർഷകന് ധാരാളം അവാർഡുകളും ലഭിക്കുകയുണ്ടായി. ആദ്യമായി 2008 കാർഷിക വൈവിധ്യത്തിനുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്ന് സ്വീകരിച്ചു. 2010 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അവാർഡ് ലഭിച്ചു. മികച്ച കർഷകരെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലും അംഗമായി. പുതുതായി കണ്ടുപിടിച്ച ഏലത്തിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ അവാർഡ്, കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെ കേരള ഗവൺമെന്റ് അവാർഡ്, ഒപ്പം നിരവധി പ്രാദേശിക അവാർഡുകളും കരസ്ഥമാക്കി. ഇതിനെല്ലാം ഉപരി പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നിർദ്ദേശപ്രകാരം UN അവാർഡ് നിർണയ കമ്മിറ്റി അംഗങ്ങൾ സാബുവിന്റെ കൃഷിയിടത്തിലെത്തി വണ്ടർ കാർഡമം നേരിട്ട് കണ്ട് മനസ്സിലാക്കി $1000 പ്രശംസാപത്രവും അടങ്ങുന്ന അവാർഡ് നൽകി ആദരിച്ചു. UN അവാർഡ് കിട്ടിയതോടെ വിദേശത്ത് നിന്ന് വരെ അന്വേഷണം വന്നു തുടങ്ങി. അവർക്ക് വേണ്ടി വണ്ടർ കാർഡമം എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് തന്നെ ആരംഭിച്ചു. ഈ സൈറ്റിൽ നിന്ന് ആർക്കു വേണമെങ്കിലും വിശദ വിവരങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ അഗ്രോമീറ്റ് നവംബർ 6-7 തീയതികളിൽ കൊച്ചിയിൽ. തേനീച്ച വളർത്തലിൽ 1 വർഷത്തെ പരിശീലനം.
വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ പ്രശസ്തമായ കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ലോകരാജ്യങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ അഗ്രോ മീറ്റ് നവംബർ 6-7 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ഗ്ലോബൽ അഗ്രോ മീറ്റിനൊപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡ് ഫെയറുകളിൽ ഒന്നായ ബയോഫാക്ട് ഓർഗാനിക് ട്രേഡ് ഫെയറും നടക്കും. റബ്ബർ നടീൽ വസ്തുവായ കപ്പുതൈകളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് റബ്ബർ ബോർഡ് ഈ മാസം 28-ന് ഏകദിന പരിശീലനം നൽകുന്നു. കോട്ടയം റബ്ബർ ബോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശീലനം. 400 രൂപയാണ് ഫീസ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 235 1313. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 27-ാം തീയതി 1 വർഷം ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0472 288 2086. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 17-ാം തീയതി ടർക്കി വളർത്തലിലും 20-21 തീയതികളിൽ താറാവ് വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 0479 245 7778. കേരസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി നല്ല ഇനം വിത്ത് തേങ്ങകൾ മലപ്പുറം പാണ്ടിക്കാട് കൃഷിഭവൻ വഴി ശേഖരിക്കുന്നു. വിത്ത് തേങ്ങ ഒന്നിന് 40 രൂപ തോതിൽ ലഭിക്കും. ഫോൺ 0483 278 0858. തിരുവനന്തപുരത്തെ പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രമായ കുടപ്പനക്കുന്ന് പൗൾട്രി ഫാമിൽ വളർത്തുന്ന മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ അംഗീകൃത എഗർ നഴ്സറികൾ വഴി മാത്രമേ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ പേരിൽ അംഗീകാരമില്ലാത്ത ചില വ്യക്തികൾ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ കർഷകർ വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. റോബസ്റ്റ, ചുവന്ന കപ്പ എന്നീ വാഴയിനങ്ങളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ കരുനാഗപ്പള്ളി സംസ്ഥാന തെങ്ങിൻ തൈ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നു. ഫോൺ നമ്പർ 0476 262 0290. ഏലത്തോട്ടങ്ങളിൽ സമഗ്ര കീടനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്ത് ഫെയിൻതേറ്റ് 150 മില്ലി 100 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യണം. നനയുള്ള തോട്ടങ്ങളിലും മഴയെ ആശ്രയിക്കുന്ന തോട്ടങ്ങളിലും ഫെൻതേറ്റ് സ്പ്രേ ചെയ്യാവുന്നതാണ്. തണ്ടുതുരപ്പൻ പുഴുവിന്റെ ശലഭങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് കീടനാശിനി സ്പ്രേ ചെയ്യേണ്ടത്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,100 രൂപ, കോഴിക്കോട് 16,300 രൂപ, തൃശൂർ 15,000 രൂപ. കൊപ്ര കൊച്ചി 10,140, കോഴിക്കോട് 10,600, തൃശൂർ 10,010. കുരുമുളക് അൺഗാർബിൾഡ് 67,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,800 രൂപ. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ സേലം 6,700, മഞ്ഞൾ ഈറോഡ് 7,000, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,900, റബ്ബർ RSS 4 ഗ്രേഡ് 12,200. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,100 രൂപ, കൊപ്ര 10,140, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,800, കുരുമുളക് ഗാർബിൾഡ് 70,800. ചുക്ക് മീഡിയം 21,000, ചുക്ക് ബെസ്റ്റ് 23,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ.
ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 280-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 460-നും 480-നും മധ്യേ. ജാതിപത്രി 700-നും 800-നും മധ്യേ. ഗ്രാമ്പു 975. റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ. റബ്ബർ RSS 4 ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 7,800. ലാറ്റക്സ് 7,800. കമ്പോള അവലോകനം. ദീപാവലി ഡിമാൻഡിൽ പ്രതീക്ഷ അർപ്പിച്ച് പാചക എണ്ണകൾ മുന്നേറി. ദക്ഷിണേന്ത്യയിലെ കൊപ്രാക്ഷാമം വെളിച്ചെണ്ണ വിലയും മെച്ചപ്പെടുത്തുമെന്ന് മില്ലുകാർ കണക്കുകൂട്ടുന്നു. ഉത്സവവേളയായതിനാൽ നാളികേരത്തിനും ആകർഷകമായ വില ഉറപ്പുവരുത്താനാവും. ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്നുള്ള കുരുമുളക് നീക്കം കുറവാണ്. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉൽപ്പന്നം ശേഖരിക്കുന്നുണ്ട്, എന്നാൽ വിദേശ ഓർഡറില്ല. ഗാർബിൾഡ് കുരുമുളക് കിലോ 700 രൂപയ്ക്ക് മുകളിൽ. ടയർ കമ്പനികൾ റബ്ബറിൽ താൽപ്പര്യം കാണിച്ചു, എന്നാൽ മുഖ്യ വിപണികളിൽ ഷീറ്റിന്റെ ലഭ്യത കുറവാണ്. പുതിയ സാഹചര്യത്തിൽ വ്യവസായികൾ നിരക്കുയർത്താം. ഏലക്ക വീണ്ടും 1000 രൂപയ്ക്ക് മുകളിൽ. ഉത്സവ ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വ്യാപാരികൾ തേക്കടി ലേലത്തിൽ താൽപ്പര്യം കാണിച്ചു. വിദേശ ഓർഡർ ലഭിച്ച കയറ്റുമതിക്കാരും രംഗത്തുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 27.5, 24.4. കൊച്ചി 30.8, 25. ആലപ്പുഴ 32.2, 25. പുനലൂർ 33, 22.8. തിരുവനന്തപുരം 32.1, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.